സ്വർണ്ണ നൂലിൽ തീർത്ത 200 കിലോ ഭാരമുള്ള വിശുദ്ധ ഖുർആൻ. ദോഹ പുസ്തകമേളയിൽ സന്ദർശകരുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ഇതാണ്. തുർക്കിക്കാരനായ മുഹമ്മദ് മാഹിർ ഹദ്രിയാണ് ഈ ഖുർആൻ നെയ്തെടുത്തത്. ഈ മനുഷ്യന്റെ ആയുസിന്റെ വലിയൊരു പങ്കും കരവിരുതും ചേർത്ത് തുന്നിയെടുത്തതാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. കറുത്ത വെൽവെറ്റ് തുണിയിൽ ഓരോ അക്ഷരങ്ങളായി തുന്നിയെടുത്ത് ചേർത്ത് വെച്ചപ്പോൾ വർഷം 12 കഴിഞ്ഞിരുന്നു. മനോഹരമായ കാലിഗ്രഫിയിൽ അച്ചടി ഭംഗിയെപ്പോലും വെല്ലുന്ന കൃത്യത ആരെയും ആകർഷിക്കും മുഹമ്മദ് മാഹിർ ഹദ്രിയുടെ വിശുദ്ധ ഖുർആൻ. هذا يعتبر أول مصحف مكتوب بالخيط والإبرة في العالم. وزنه تقريبا شي بحدود 200 كيلوغرام، 12 مجلد، كل مجلد فيه جزئين ونص. أنجز خلال 12 عام. طبعا مكتوب بطريقة يدوية مثل ما شفنا، بطريقة مبتكرة جديدة. كمان طريقة الكتابة تعتبر الأولى في العالم. വിശുദ്ധ കാബയുടെ കിസ്വ പോലെ നൂലുകൊണ്ട് കറുത്ത വെൽവെറ്റ് തുണിയിലാണ് വരി തെറ്റാതെ ഓരോ ആയത്തുകളെയും തുന്നിച്ചേർത്തിരിക്കുന്നത്. ഖുർആൻ പണ്ഡിതർ ഇത് പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഖുർആനിനെ പകർത്തുന്ന പല ശൈലികൾ ലോകത്തിന് പരിചിതമാണെങ്കിലും തുന്നൽ മെഷീൻ ഉപയോഗിച്ച് നൂലിനെ തുണിയിലേക്ക് വചനങ്ങളായി പകർത്തുന്നത് ആദ്യ സംഭവമാണെന്ന് മുഹമ്മദ് ഹാദ്രി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഓരോ പേജിനും 1 മീറ്റർ ഉയരവും 1/2 മീറ്റർ വീതിയും, ഒരു പേജിൽ 12 വരികൾ, 12 വാള്യങ്ങൾ. ദോഹ അന്താരാഷ്ട്ര പുസ്തകമേളയിലെത്തുന്ന എല്ലാവരെയും വിസ്മയിപ്പിക്കുകയാണ് 60-കാരനായ ഈ തുർക്കിക്കാരന്റെ കരവിരുത്. അദ്ദേഹം ബേസിക്കലി ഒരു കാലിഗ്രാഫി ചെയ്യുന്ന ആളാണ്, പിന്നെ നല്ല എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ലോകത്ത് ഇതുവരെ നടക്കാത്ത, ആരും ചെയ്യാത്ത ഒരു ഖുർആന്റെ കോപ്പി റെഡിയാക്കണം, തയ്യാറാക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നിയ ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആശയം വിരിയുന്നതും അതിലേക്ക് എത്തിച്ചേരുന്നതും. അങ്ങനെ അദ്ദേഹം തുടക്കത്തിൽ തന്നെ ചെറിയ ഖുർആൻ വചനങ്ങൾ എഴുതുകയും വിശുദ്ധ ഖുർആനിലെ വളരെ ശ്രദ്ധേയമായ എല്ലാവർക്കും അറിയാവുന്ന ഖുർആൻ വചനങ്ങൾ എഴുതി തുടങ്ങുകയും പിന്നെ ഖുർആൻ മുഴുവൻ സ്വർണ്ണ പൂഷിത നൂലിൽ തന്നെ വർക്ക് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹിക്കുകയും അത് 12 വർഷം കൊണ്ട് എടുത്ത് പൂർത്തിയാക്കുകയാണ് ചെയ്തത്. 25 വർഷം മുമ്പാണ് ഖുർആൻ തുന്നൽ തുടങ്ങിയത്. ദുബൈയിലും തുർക്കിയിലും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഖുർആൻ പ്രദർശിപ്പിച്ചു. ഖുർആനും നബിവചനങ്ങളുമെല്ലാം ആളുകൾക്ക് തുന്നിക്കൊടുത്ത് ജീവിതമാർഗം കണ്ടെത്തുകയാണ് ഇപ്പോൾ മാഹിർ. പരിശുദ്ധ ഖുർആനെ സ്വർണ്ണ നൂലുകളാൽ തുന്നിച്ചേർക്കുകയാണ് മാഹിർ. അത് കാണാൻ ദോഹ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നിരവധി പേരാണ് എത്തുന്നത്. അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം ഫൈസൽ ഹംസ, മീഡിയ 1.